ഇത് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു SMC ബേസ്ഡ് എന്ന് വേണേൽ പറയാം. SMC ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് പവർ ഓഫ് 3 എന്ന് വേണേൽ പറയാം. ഇതിൽ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്ന് നല്ല ബിയറിഷ് ആയിരുന്നു. മാർക്കറ്റ് ഏകദേശം നല്ലൊരു 25,000 24,800 വരെയൊക്കെ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം, വലിയൊരു സെല്ലിങ് നടന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇത് പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഈ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടിൽ ഇവിടെ പ്രോപ്പറായിട്ടൊരു ഓർഡർ ബ്ലോക്കും പ്രോപ്പറായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ റിട്രേസ്മെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള എൻ്റെ വ്യൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് SMC യൂസ് ചെയ്തതാണ്. അതായത് ആദ്യം ഒരു അക്യുമുലേഷൻ നടന്നു, അതിനുശേഷം മാനിപ്പുലേഷൻ. അപ്പോൾ നമുക്കിതിനെ വേണേൽ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലുള്ള എല്ലാവരുടെ ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, അതിനുശേഷം അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ഡബിൾ റിജക്ഷൻ വന്നിട്ടാണ് മാർക്കറ്റിൽ ഈ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്നത്. ഇതിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഏകദേശം ഈ ഒരു റിക്കവറി, പക്ഷേ ഈ ഫസ്റ്റ് ലോയിൽ നിന്നാണ് അതിന് താഴെലോട്ട് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഇപ്പുറം പുട്ട് സെല്ല് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്. ഓക്കെ, അതായത് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് വന്ന സമയത്ത് ഫ്യൂച്ചറിൽ ആ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അതിനുശേഷം മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് ചെയ്തു, പ്രോപ്പർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു ടാർഗറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് അത് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ എൻ്റർ ചെയ്യാം. ഒന്നിൽ ഇവിടുന്ന് വരുന്ന പ്രോപ്പറായിട്ട് റിജക്ഷൻ ക്യാൻഡലിന് ശേഷം ട്രേഡിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് ട്രേഡിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ചില സമയങ്ങളിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒന്ന് പ്രൈസ് ബൂം ചെയ്തിട്ട് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വീഴും. അപ്പോൾ കൺഫർമേഷൻസ് എടുക്കുമ്പോൾ നമ്മുടെ പ്രോബബിലിറ്റീസ് കൂടും, പക്ഷേ എങ്കിൽ റിസ്ക് റിവാർഡ് കുറയും. ഇപ്പോൾ ഏകദേശം റിസ്ക് റിവാർഡ് വരുന്നത് 2.4 ആണ്. അതേസമയം നമ്മളൊരു ലിമിറ്റ് ഓർഡർ വെച്ച് ഇടുന്നതാണെങ്കിൽ നമുക്ക് ഏകദേശം 3.35 വരെ കിട്ടും ഈ ഒരു ട്രേഡിൽ.